ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ സത്രം NCC എയർ സ്ട്രിപ്പിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി NCC ഡയറക്ടർ ജനറൽ. സത്രം എയർ സ്ട്രിപ്പിൽ ഇന്നലെ നേരിട്ടെത്തിയാണ് ഡയറക്ടർ ജനറൽ ആയ ഗുർബീർപാൽ സിംഗ് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. സത്രം NCC എയർ സ്ട്രിപ്പ് ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാക്കുമെന്നും തടസ്സങ്ങളെല്ലാം നിയമപരമായി നീക്കി ഇവിടെ തന്നെ എത്രയും വേഗം പ്രവർത്തനം ആരംഭിക്കുമെന്നും ഡയറക്ടർ ജനറൽ ഗുർബീർപാൽ സിംഗ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എയർ സ്ട്രിപ്പിന്റെ ഇടിഞ്ഞുപോയ സംരക്ഷണ ഭിത്തിയുടെ ഭാഗവും മറ്റു പരിസര പ്രദേശങ്ങളും ജനറൽ നേരിട്ടെത്തി സന്ദർശിച്ചു. കൂടാതെ കേഡറ്റുകൾക്ക് ഇനിയും ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിഞ്ഞു. 3.5 കൊല്ലത്തിന് മുമ്പാണ് ഇടുക്കിയിലെ സത്രം സ്ട്രിപ്പിൽ വിമാനമിറങ്ങിയത്. എന്നിട്ടും പ്രവർത്തനം ഇതുവരെ തുടങ്ങാനായിട്ടില്ല. വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം പ്രവർത്തനങ്ങൾ അനന്തമായി നീളുകയാണ്. ഇതിലൂടെ വർഷം തോറും 1000 NCC കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പഠിക്കാനുള്ള അവസരമാണ് ഇല്ലാതാകുന്നത്. 13 കോടി രൂപ മുടക്കിയാണ് എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് വനംവകുപ്പ് തടസ്സവുമായി രംഗത്തെത്തിയത്. 400 മീറ്റർ റോഡിന്റെ പ്രവർത്തനം മാത്രമാണ് വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ഹെലികോപ്റ്ററുകളും ഇവിടെ ഇറക്കാൻ കഴിയും. ഡയറക്ടർ ജനറലിനോടൊപ്പം ADG മേജർ ജനറൽ രമേശ് ഷൺമുഖം, NCC ലൈസൺ ഓഫീസർ CK അജി, റവന്യൂ പൊതുമരാമത്ത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.